പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവമായ കർത്താവ് നമുക്കൊരുക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ദൈവത്തിൻ്റെ കൃപ ആഗ്രഹിക്കുന്നവരാണ്. ഒത്തിരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മുടെ ജീവിതം മാറുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ, കണ്ണുനീരിന് കാരണമായ വിഷയങ്ങൾ, എത്ര പ്രാർത്ഥിച്ചിട്ട് മാറ്റം വരാത്ത കാരണങ്ങൾ നമുക്ക് ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഈ സമയം ഈ ശുശ്രൂഷയിലേക്ക് നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങിയുള്ള തിരുവചനത്തിൽ ഈശോ കടന്നു പോകുമ്പോൾ പൈശാചിക ശക്തികളാൽ, പിശാചിനാൽ കൂനിപ്പോയ ഒരു സ്ത്രീയെ ഈശോ കണ്ടുമുട്ടുന്നുണ്ട്. അവളുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മുരടിച്ചു പോകുന്ന അവസ്ഥയിൽ, അവരുടെ ജീവിതം കൂനിപ്പോകുന്ന അവസ്ഥയിലേക്ക് മാറി. ശരീരം കൂനിപ്പോയി താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാൻ പറ്റാതെ വേദനിക്കുന്ന ഒരു സ്ത്രീയെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈശോ അവളുടെ അടുത്ത് ചെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉടനെ ഈശോ അവളെ തൊടുകയും അവളിൽ നിന്ന് തിന്മ വിട്ടുപോകുകയും അവൾക്ക് നിവർന്നു നിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. 18 വർഷത്തോളം തിന്മയാൽ ബന്ധിക്കപ്പെട്ട് രോഗത്താൽ വലഞ്ഞ് വളരെ ദുഃഖത്തിലായിരുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു എന്ന സത്യം ഒന്ന് സ്പർശിച്ചപ്പോൾ, യേശു ക്രിസ്തു എന്ന വ്യക്തി കടന്നു വന്ന നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറി. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും മുരടിച്ചിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം ഇന്ന് വേദനയുടെയും കണ്ണുനീരിൻ്റെയും രോഗത്തിൻ്റെയും തിന്മയുടെയും പിടിയിലാണെങ്കിൽ നമ്മൾ വിളിക്കണം എൻ്റെ ഈശോയെ എന്ന്. നമ്മൾ വിളിക്കണം, എൻ്റെ ദൈവമേ, അങ്ങയ്ക്ക് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ കഴിയൂ എന്ന് ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ വിളിക്കണം. മറ്റൊരു ഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ബെത്സൈദാ കുളത്തിൻ്റെ കടവിൽ 38 വർഷത്തോളം രോഗം ബാധിച്ച് സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ആ കുളത്തിൻ്റെ കടവിലേക്ക് ചെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അവൻ പറയുന്നത്, ഈ കുളത്തിലെ ജലം ഇളകുമ്പോൾ അനേകർ ഈ കുളത്തിലേക്ക് ആദ്യമേ ഇറങ്ങും, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് മനുഷ്യരെയും മരുന്നിനെയുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വേദനകൾ മാറ്റാനായിട്ട് നമ്മൾ പല വിധത്തിലുള്ള ചിന്തകളിലേക്കും പലവിധ പ്രവർത്തികളിലേക്കും നമ്മൾ പോയിട്ടുണ്ട്. ചില തിന്മയുടെ ആരാധന രീതികളിലേക്ക്, തെറ്റായ ആരാധന രീതികളിലേക്ക്, സത്യദൈവം അല്ലാത്ത ചില ആരാധന രീതികളിലേക്ക്, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ചില പ്രവർത്തികളിലേക്ക്, പൈശാചിക പീഡകളെ തൃപ്തിപ്പെടുത്തുന്ന ചില പ്രവർത്തികളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പലരും ആശ്രയിക്കുന്നത് ലഹരികളിലാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അവർക്ക് അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ലഹരി ഉപയോഗിച്ച് ആ വിഷയത്തെ മറക്കാനായിട്ട് ശ്രമിക്കും, അതിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. എന്നിട്ട് അവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചു, ഞാൻ ഒത്തിരി പേർക്ക് നന്മ ചെയ്തു, പക്ഷേ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ്, പഴി പറഞ്ഞ്, കരഞ്ഞ്, ദുഃഖത്തോടെ, വേദനയോടെ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം നിന്നിലുള്ള പാപത്തെ, നിന്നിലുള്ള തിന്മയെ നീ ഉപേക്ഷിക്കണം. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. നീ ദൈവവചനമനുസരിച്ച് നമ്മുടെ ജീവിത രീതികളെ തിരുത്താൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധി മാറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള മാർഗമാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇസ്രായേൽ ജനം വലിയ ഒരു പട്ടണമായ ജെറിക്കോയെ തകർത്ത് വലിയ സന്തോഷത്തോടുകൂടി അടുത്ത പട്ടണത്തെ കീഴ്പ്പെടുത്താൻ, അയൺ പട്ടണത്തെ കീഴ്പ്പെടുത്താനായിട്ട് ഏതാനും പേര് യുദ്ധത്തിന് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോഷുവ പറയുന്നുണ്ട്, അധികം പേര് പോകണമെന്നില്ല, വളരെ ചെറിയ ഒരു പട്ടണമാണ്. പക്ഷെ അവരുടെ വിശ്വാസം തകരുന്ന തരത്തിൽ പോയവരിൽ പലരും കൊല്ലപ്പെട്ടു. 300ഓളം പേര് യുദ്ധത്തിന് പോയെങ്കിൽ ഒത്തിരി പേരവിടെ വധിക്കപ്പെട്ടു. ജോഷുവ വസ്ത്രം കീറി കർത്താവിൻ്റെ മുമ്പിൽ കിടന്ന് കരയാൻ തുടങ്ങി. കർത്താവിനോട് ചോദിക്കുന്നു, എന്തിനാണ് ഞങ്ങളെ പരാജയപ്പെടുത്താനാണോ നീ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന്. ജോഷുവോട് കർത്താവ് പറഞ്ഞത്, നീ എന്തിന് എൻ്റെ മുമ്പിൽ കിടന്ന് കരയുന്നു? എഴുന്നേൽക്കുക, ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. ശത്രുക്കളെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മ്ലേച്ഛ വസ്തുക്കളിൽ ചിലതെടുത്ത് അവർ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് അവർ വ്യാജം പറയുന്നു. അതുകൊണ്ട് അവർക്ക് ശത്രുക്കളെ ചെറുത്തു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ പ്രവർത്തികളെ തടയാൻ, രോഗത്തോട് മാറി നിൽക്കാൻ പറയാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പലതിനോട് കൽപ്പിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ ലോകത്തിലുള്ള സുഖത്തെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള മറ്റു പലതിനെയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് നമ്മൾ അശുദ്ധരായിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ ശത്രുവാണെന്ന്. അപ്പോൾ നമ്മൾ ദൈവവചനത്താൽ രൂപാന്തരപ്പെടാതെ, ദൈവവചനത്താൽ സ്വീകരിക്കാതെ, ദൈവവചനത്തിൽ ആഴപ്പെടാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മുരടിക്കാൻ തുടങ്ങും, നമ്മുടെ ജീവിതം കൂനിപ്പോകും, നമ്മുടെ മക്കളുടെ ഭാവി തകർന്നു പോകും, നമ്മുടെ ആരോഗ്യം തകർന്നു പോകും, നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനൈക്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധമായ ജീവിതം പിശാച് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ അശുദ്ധിയിലേക്ക്, തിന്മയിലേക്ക് നമ്മൾ വീണുപോകും. നമ്മൾ പിശാചിന് അടിമപ്പെടും. പ്രിയപ്പെട്ടവർ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രമാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം നന്മയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? എത്രമാത്രം വിശുദ്ധിയോടുകൂടെയാണ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന യോഗ്യതയിൽ, ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന യോഗ്യതയിലാണോ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതെന്ന്. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ, കർത്താവെ, ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം മെച്ചപ്പെടാൻ ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓരോരുത്തരും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ,
ദൈവത്തിൽ ആയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായാൽ പോരാ, ദൈവവചനം വായിച്ചു പോകുന്ന വ്യക്തിയായാൽ പോരാ, കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അത് മറന്ന് വീണ്ടും പഴയ പോലെ ജീവിക്കുന്നവരായാൽ പോരാ, പിന്നെയോ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് തിരുത്തുന്നവരായി നമ്മൾ മാറണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ജീവിതത്തെ തിരുത്താൻ, പ്രവർത്തികളെ മാറ്റാൻ, ദൈവകൃപയിലേക്ക് വരാനായിട്ട് പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രമിക്കണം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ജോലിയെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക, ജോലി കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മഹത്വം കൊടുക്കുന്നത് കർത്താവിനല്ല, നമ്മൾ മഹത്വം കൊടുക്കുന്നത് ജോലിക്കാണ്, നമ്മൾ മഹത്വം കൊടുക്കുന്നത് സമ്പത്തിനാണ്, നമ്മൾ മഹത്വം കൊടുക്കുന്നത് മക്കൾക്കായിരിക്കാം, മറ്റു പലതിനുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എത്രമാത്രം യോഗ്യതയിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുന്നുവോ, എത്രമാത്രം യോഗ്യതയിലേക്ക് നമ്മൾ വളരുന്നുവോ, അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ കേടുപാടുകൾ അവിടുന്ന് പോക്കും. നിന്റെ രോഗമാണോ, നിന്റെ തകർച്ചയാണോ, നിന്റെ കടബാധ്യതയാണോ, പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് ഏറ്റെടുക്കും. കാരണം നീ ദൈവത്തിൻ്റെ മകനായി കഴിയുമ്പോൾ, നീ ദൈവത്തിൻ്റെ മകളായി കഴിയുമ്പോൾ, നീ ദൈവവചനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ നീ ക്രമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിന്റെ ജീവിതവും ക്രമപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പാപജീവിതത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാതിരുന്നൊരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മുറിവ് എൻ്റെ കാലിൽ സംഭവിച്ചാൽ, എവിടെയെങ്കിലും കല്ലിൽ തട്ടി ഒരു മുറിവ് കാലിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ ഒത്തിരി സമയമെടുക്കും. ഒത്തിരി ദിവസങ്ങളെടുത്താണ് ആ മുറിവ് ഉണങ്ങുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, എന്നിലോ എൻ്റെ കുടുംബത്തിലുള്ളവരിലോ എന്തെങ്കിലും രോഗപീഠകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്രത്യക്ഷമായി പെട്ടെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ അത് കർത്താവ് മാറ്റുന്നുണ്ട്. അത് എൻ്റെ പ്രാർത്ഥനയുടെ തീവ്രത കൊണ്ടല്ല, പിന്നെയോ എൻ്റെ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ വചനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ആ വചനം വെച്ച് തിരുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ വചനത്തിന് യോഗ്യമായ രീതിയിലാണോ ജീവിക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ നിരവധി തിരുത്തലുകളിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒത്തിരി തിരുത്തലുകൾ ദൈവവചനത്തിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപ വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കർത്താവിൻ്റെ വലിയ കരുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. കർത്താവിൻ്റെ മക്കൾക്ക്, ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് ഒന്നിനും കുറവ് ഉണ്ടാകുകയില്ല. ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തീവ്രത കാണിക്കുന്നവരായിരിക്കാം. ചിന്തിക്കണം, എത്രമാത്രം വിശുദ്ധിയാണ് എൻ്റെ ഹൃദയത്തിനുള്ളത്, എത്രമാത്രം പരിശുദ്ധിയാണ് എൻ്റെ ജീവിതത്തിനുള്ളത്, എന്ത് നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി വരുത്താൻ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എന്താണ് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടാണോ ഞാൻ എൻ്റെ വിശുദ്ധി നിലനിർത്തുന്നതെന്ന്? എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ മോഹങ്ങൾ, പ്രിയപ്പെട്ടവർ, എന്താണ് എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് സാധിച്ചത്? കായൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് സമർപ്പിച്ചത് കായന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ്. എന്നാൽ ആബേലോ തനിക്ക് ഇഷ്ടപ്പെട്ട ആടിനെ എടുത്ത് ദൈവത്തിന് കൊടുത്തു, തനിക്ക് വിലയുള്ളതിനെ ദൈവത്തിന് കൊടുത്തു. പക്ഷേ കായൻ ചെയ്തതോ, തനിക്ക് വിലയുള്ളത് പലതും മാറ്റിവെച്ചിട്ട് അവൻ ദൈവത്തിന് അവൻ ഇഷ്ടപ്പെട്ടത് എടുത്ത് കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം സ്വീകരിക്കുന്നത് എന്താണ്? ദൈവം സ്വീകരിക്കുന്നത് നിന്റെ സമർപ്പണത്തിൽ നിന്റെ ഹൃദയം, നിന്റെ ജീവിതമാണ്. നീ എന്ത് കൊടുക്കുന്നു എന്നല്ല, നീ എന്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് നോക്ക്. നിന്റെ കർത്താവിനെ നീ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ കർത്താവിനെ സ്നേഹിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്താണ് കർത്താവിന് വേണ്ടി നിനക്ക് നഷ്ടപ്പെടുത്താനുള്ളത്?
നീ ദൈവത്തിന് വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ നീ ഈ ലോകത്തിൻ്റെ വ്യക്തിയാണ്, ഈ പാപത്തിൻ്റെ അടിമയാണ്. നിനക്ക് ഈ ജീവിതം ഒരിക്കലും പ്രയോജനപ്പെടാത്ത വിധം നിന്റെ ജീവിതം കൂനിപ്പോകുന്ന അവസ്ഥയാണ്. നിന്റെ ജീവിതം ഒരിക്കലും സൗഖ്യപ്പെടാത്ത വിധത്തിൽ മറ്റുള്ളവർ അനുഗ്രഹം കണ്ട് നിരാശപ്പെടാനല്ലാതെ മറ്റൊന്നിനും നിന്റെ ജീവിതം പ്രയോജനപ്പെടുകയില്ല. നമ്മൾ ചിന്തിക്കുക, കർത്താവേ, എൻ്റെ ജീവിതം എവിടെയാണ്? ഞാൻ എങ്ങോട്ടാണ് ജീവിച്ചു പോകുന്നത്? ഞാൻ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ഏത് ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ജോഷുവയോട് കർത്താവ് പറഞ്ഞു, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ഇതാ ജോർദാൻ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. ജോർദാൻ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പുരോഹിതന്മാരുടെ കണങ്കാലുകൾ ജോർദാനെ സ്പർശിച്ചപ്പോൾ ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ചിറ പോലെ ജലം കെട്ടിനിന്നു. ഉണങ്ങിയ മണ്ണിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയി. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. സ്നാപയോഹന്നാൻ വിളിച്ച് പറയുന്നുണ്ട്, മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുക, മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ ഈ സമയം ദൈവം എന്നിൽ ഇടപെടാൻ വേണ്ടി, ദൈവം എൻ്റെ കുടുംബത്തിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വരാനായിട്ട് നീ ചെയ്യേണ്ടത് ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം എങ്ങനെയുള്ളതാണ് ചിന്തിക്കുക. പകയിലോ വെറുപ്പിലോ ലോകസുഖങ്ങളിലോ ജഡിക മോഹങ്ങളിലോ ആണോ ജീവിക്കുന്നത്? നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയം വളരെ തുച്ഛമാണെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ അത്രമാത്രം തുച്ഛമായി കണക്കാക്കുന്നു. നമ്മളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ കർത്താവിനെ കണക്കാക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തെ വെറും കൂലിക്കാരനാക്കി മാറ്റുകയാണ്. ഒരു വിലയില്ലാത്തവനാക്കി, ഒരു നിലവാരമില്ലാത്തവനാക്കി നമ്മുടെ കർത്താവിനെ നമ്മൾ മാറ്റുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രവൃത്തിയിലൂടെ നീ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കണം, എത്രമാത്രം സ്നേഹത്തോടെയാണ് കർത്താവ് നിന്നെ എടുത്തത്, എത്രമാത്രം കരുണയാണ് കർത്താവ് നിന്നോട് കാണിച്ചത്. 1 യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം നിന്നെ സ്നേഹിച്ചു. ഈ ലോകത്ത് ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഈ ലോകത്ത് ആര് ക്ഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ, ഈ ലോകത്ത് ആര് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നിന്നെ ക്ഷമിച്ചു, നിന്നെ സ്നേഹിച്ചു. കർത്താവിൻ്റെ വലിയ കരുണയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരുമുള്ളത്. ദൈവം മനസ്സ് മാറ്റിയാൽ, ദൈവം ശപിക്കാനായിട്ട് തീരുമാനിച്ചാൽ നമ്മളുണ്ടോ പ്രിയപ്പെട്ടവരെ? സൊദോം ഗൊമോറ നശിപ്പിച്ച സമയത്ത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി അവൾ ഉപ്പ് തൂണായിത്തീർന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഒന്നിനും പ്രയോജനപ്പെടാത്ത ഉപ്പ് തൂണായി മാറും. ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ കൃപ ഉള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ തിരുത്തണം, ജീവിതത്തെ തിരുത്തണം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ഉള്ളിലുള്ള പാപമാണോ ഉപേക്ഷിക്കണം, ദുശീലങ്ങളാണോ ഉപേക്ഷിക്കണം, അഹങ്കാരമാണോ ഉപേക്ഷിക്കണം. ഒരു ശിശുഹൃദയം നമുക്ക് കിട്ടാൻ വേണ്ടി, ഒരു ശിശുഹൃദയം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവ സ്വഭാവം നമ്മളിലേക്ക് വരാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഈ വിശുദ്ധിയുടെ വഴി, കർത്താവിന് വിശുദ്ധിയുടെ വഴി നമ്മൾ തുറന്നു കൊടുക്കണം. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ നിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കാൻ ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, നീ കിടക്കുന്നിടത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. നിന്റെ വേദന മാറ്റാൻ, നിന്റെ രോഗം മാറ്റാൻ, നിന്റെ തകർച്ച മാറ്റാൻ, നിന്റെ പീഡകൾ മാറ്റിത്തരാൻ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ഒന്ന് ധ്യാനിക്കണം, എൻ്റെ ദൈവമേ, എത്രമാത്രം യോഗ്യതയോട് കൂടെയാണ് നിന്നെ ഞാൻ സ്വീകരിക്കുന്നത്, എത്രമാത്രം വിശ്വസ്തതയാണ് എനിക്ക് നിന്നോട് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്, എന്ത് തിരുത്തലാണ് ദൈവവചനത്തിന് മുമ്പിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, എന്ത് മാനസാന്തര അനുഭവമാണ് എനിക്ക് ഇത്രയും കാലത്തിൽ ഉണ്ടായിട്ടുള്ളത്. നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല കർത്താവേ. ഇന്ന് തീരുമാനിക്കണം, ഇന്ന് ചിന്തിക്കണം. നമ്മൾ
ദൈവത്തോട് എത്രമാത്രം അടുത്താണ് ജീവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ദൈവത്തോട് എത്രമാത്രം അകന്നാണ് ജീവിക്കുന്നത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. തിരിച്ചറിഞ്ഞ് ആ നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം അറിയുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഇരു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനിന്ന് തകർന്നിരിക്കുകയാണ്. ഈശോയെ, ഞാനിന്ന് മുറിവേറ്റിരിക്കുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതം പാതി വഴിയിൽ നിന്നിരിക്കുകയാണ്. എൻ്റെ ദാമ്പത്യ ജീവിതം, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ ജോലി മേഖല പലതും ഇന്ന് പരാജയത്തിലാണ്. എൻ്റെ ദൈവമേ, അതിൻ്റെ കാരണം എന്നിലുള്ള തിന്മയാണ്, എൻ്റെ ജീവിതത്തിലുള്ള ക്രമക്കേടാണ് കർത്താവേ. ജോഷുവ പ്രവാചകനോട് പറഞ്ഞതുപോലെ കർത്താവേ, അവിടെ നിന്നോട് പറയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലുള്ള ക്രമക്കേടുകളെ മാറ്റി ദൈവവചനത്തിന് മുമ്പിൽ തിരുത്തുമ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തി എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും അങ്ങ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.